റെഡ് കാർപ്പറ്റിന്റെ ഒരു പുതിയ എപ്പിസോഡ്. എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ ഒരു വിജയദശമി നമ്മളോടൊപ്പം ആഘോഷിക്കാൻ, പ്രേക്ഷകരോട് കുറേ വിശേഷങ്ങളൊക്കെ സംസാരിക്കാൻ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് മറ്റാരുമല്ല, മലയാള സിനിമയിലേക്ക് നല്ല വിടർന്ന കണ്ണുകളും നിറഞ്ഞ പുഞ്ചിരിയുമായിട്ട് കടന്നു വന്ന മലയാളികളുടെ പ്രിയ നായിക നമിത പ്രമോദ്. ലെറ്റ്സ് വെൽക്കം നമിത. സോ ഡാർലിംഗ്, പറയൂ, എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു. അതെ, നമ്മൾ ഇന്ന് വിജയദശമി സ്പെഷ്യൽ എപ്പിസോഡിലാണ് നമിത വന്നിരിക്കുന്നത്. വിജയദശമി അല്ലെങ്കിൽ ഈ പൂജ വെപ്പ്, ആ സമയത്തെ ഓർമ്മകൾ, കുഞ്ഞുനാളിലെ ഓർമ്മകൾ, പിന്നെ അത് കഴിഞ്ഞ് സിനിമ ലൊക്കേഷനിൽ എന്തെങ്കിലും ആഘോഷിച്ചിടണോ, അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയും. വിജയദശമി ശരിക്കും ഓണത്തിനെ കാട്ടി എനിക്ക് ഭയങ്കര സ്പെഷ്യൽ വിജയദശമിയാണ്. കാരണം ഞാൻ വളർന്നതൊക്കെ എൻ്റെ ഒരു 12th വരെ ട്രിവാൻഡ്രത്ത് തന്നെയാണ്. അപ്പോൾ ട്രിവാൻഡ്രത്ത് ഈ ആഘോഷത്തിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി വേറെയാണ്. നമ്മുടെ ഇവിടെ കുമാരസ്വാമി വരും, വെള്ളിക്കുതിര വരും, ഇവിടെ മണ്ഡപത്തിൽ. അപ്പം ഞാൻ പൂജപ്പുര തന്നെയാണ് ജനിച്ചതും വളർന്നതൊക്കെ. അപ്പോൾ അവിടെ കാർണിവൽ പോലെ സെറമണിയൊക്കെ ഉണ്ട്. അപ്പോൾ കാർണിവൽ ഉണ്ട്. ഞങ്ങൾ ചെറുപ്പത്തിൽ വൈകുന്നേരം ജൈൻ വീലും ഈ ഡ്രാഗണൊക്കെ ഉണ്ടാവും, അതിലൊക്കെ കയറാൻ പോകും. അപ്പോൾ എൻ്റെ ഒരു ചൈൽഡ്ഹുഡിൽ ഏറ്റവും കളർഫുൾ ആയിട്ടുള്ള ഒരു ടൈം സ്പേസ് ആണ്, ഫെസ്റ്റിവൽ ആയിരുന്നു വിജയദശമി. അത് ശരി. നമ്മുടെ നാട്ടിലേക്കൊന്നും അങ്ങനെ വിജയദശമിക്ക് വലിയ ഞാൻ എറണാകുളത്ത് പോയതിനു ശേഷം ഇപ്പൊ ഒരു 7 വർഷമായിട്ട് എറണാകുളത്താണ്. അവിടെ ആഘോഷമൊന്നുമില്ല. ആ ഒരു ദിവസം നമ്മൾ ബുക്ക് പൂജ വയ്ക്കും, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവിടെ വിജയദശമി എന്ന് പറയുമ്പോൾ ഒരു ഫീല് തന്നെ വേറെയാണ്. ഒരു വ്രതം എടുക്കുക. വ്രതം എടുക്കാറുണ്ടോ? മുടങ്ങാതെ ആ 10 ദിവസം വ്രതം എടുക്കാറുണ്ടോ? ഈ ബുക്ക് പൂജ വയ്ക്കുന്നതിന്റെ ഒരു 2-3 ദിവസം എങ്ങനെയായാലും അമ്മ നിർബന്ധിച്ചെങ്കിലും എടുപ്പിക്കില്ലെങ്കിൽ ബുദ്ധി വരൂല. ഈ കുഞ്ഞുനാളില് നമ്മള് ബുക്ക് പൂജ വെക്കുന്ന ആ സമയത്തൊക്കെ ഭയങ്കര സന്തോഷം തോന്നിയിട്ടുണ്ടോ? ഇനി 3 ദിവസത്തേക്ക് ആരും പഠിക്കണ്ട. അതെല്ലാ പിള്ളേർക്കും ഉള്ളതാണ്, എല്ലാവർക്കും ഉള്ളതാണ്. സിനിമയിൽ വന്നതിന് ശേഷമുള്ള ഒരു അനുഭവം എന്തായിരുന്നു? സിനിമയിൽ വന്നതിന് ശേഷം ആക്ച്വലി അക്കാഡമിക്സ് എനിക്ക് വിട്ടിട്ടൊന്നുമില്ല. ഞാൻ ഇപ്പോഴും പഠിക്കുന്നുണ്ട്. ഇപ്പോഴും വിദ്യാർത്ഥിനിയാണ്. അത് ശരി. എൻ്റെ കോഴ്സും സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ കോഴ്സ് ഉണ്ട്, ലോ, അതൊക്കെ ബേസിസിലാണ്. അപ്പോൾ ഇപ്പോഴും പൂജ വയ്ക്കുന്ന സമയത്ത് എൻ്റെ ബുക്സ് കൊണ്ടുപോയി പൂജ വയ്ക്കാറുണ്ട്. പിന്നെ മേക്കപ്പ് പൂജ വയ്ക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് മേക്കപ്പ് പൂജ വയ്ക്കലില്ല. പക്ഷെ ബുക്സ് ഒക്കെ പൂജ വയ്ക്കാറുണ്ട്. വളരെ ചെറുപ്രായത്തിൽ തന്നെ നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ വന്നതാണ് അല്ലേ? എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ നമിതയുടെ സീരിയല്, ദേവിയായിട്ട് വന്ന സീരിയല്, ചുമപ്പ്, മജന്ത, പച്ച പട്ടുപാവാടയൊക്കെ ഇട്ടിട്ട് മുടിയൊക്കെ അഴിച്ചിട്ട് ഇങ്ങനെ വരുന്ന നമിത എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പോഴൊന്നും വലിയ സീരിയസ് ആയിട്ട് ഈ ആക്ടിങ്ങിനൊന്നും എടുത്തിട്ടുണ്ടാവില്ലല്ലോ. സോ മിനി സ്ക്രീനിലേക്ക് വരാനുള്ള ഒരു സാഹചര്യം ആരാണ് കൈപിടിച്ച് കൊണ്ടുവന്നത്? മിനി സ്ക്രീനിലേക്ക് ഐ തിങ്ക് ഞാനൊരു 5th പഠിക്കുമ്പോഴാണ്, 5th 6th ആ സമയത്ത് പഠിക്കുമ്പോഴാണ്. അച്ഛൻ്റെ ഫ്രണ്ടാണ് TS സജി. അപ്പോൾ സജി അങ്കിൾ ഇങ്ങനെ എൻ്റെ അടുത്ത് കണ്ടിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു സീരിയൽ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഒരു ബോധമില്ല. സത്യം പറഞ്ഞാൽ ഞാൻ TS സജി സാറിന്റെ ഈ ആഡ് ഞാനൊരു ഫോട്ടോ അയച്ചതായിരുന്നു, എന്നെ റിജക്ട് ചെയ്തിട്ടാണ് അപ്പോൾ സജി അങ്കിൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദേവിയായിട്ടാണ്. അപ്പൊ നമുക്കിതൊന്നും അറിയാം. എനിക്ക് ആകെ ഇഷ്ടമുള്ള കാര്യം വിഗ് വയ്ക്കാം. അന്ന് ചെറിയ മുടിയായിരുന്നു. വിഗ് വയ്ക്കാം, പിന്നെ പല കളർ പട്ടിപ്പാവാട ഇടാം. ഇതാണ് എന്നെ അട്രാക്ട് ചെയ്തത്. നല്ല മാലയൊക്കെ ഇട്ട് നന്നായിട്ട് ഒരുങ്ങി നിൽക്കാം. എന്തൊക്കെയോ ചെയ്യാൻ പറയുന്നുണ്ട്, അവർ പറയുന്ന പോലെ ഞാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ശരിക്കും സീരിയലിലേക്ക് വന്നത്. ഓക്കെ. അപ്പൊ ഈ ഡയലോഗ്സ് ഒക്കെ അതായത് ഓർത്ത് പറയായിരുന്നു, അതോ എങ്ങനെയാ ഡയലോഗ് പ്രോംപ്റ്റ് ചെയ്ത് തരും? അതൊക്കെ പെട്ടെന്ന് അയ്യോ മറ്റേ പുരാണ ഡയലോഗൊക്കെ പ്രോംപ്റ്റ് ചെയ്ത് തരുമായിരുന്നു. അപ്പൊ വലിയ കുറേ ടേക്ക് ഒക്കെ എടുത്ത് എനിക്ക് വേണ്ട, എനിക്ക് മടുത്തു എന്നൊക്കെ തോന്നി, അങ്ങനെ എന്തെങ്കിലും? അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഈ ദേവി ആകുമ്പോ ദേഷ്യം വരുമ്പോ കണ്ണുരുട്ടണമല്ലോ, കണ്ണുരുട്ടണം, അങ്ങനത്തെ കുറച്ച് എക്സ്പ്രഷൻസ് ഒരു സ്ഥായി ഭാവം എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണമല്ലോ. നമ്മുടെ ഒരു കുട്ടിത്തം അല്ലെങ്കിൽ അത് വരാനേ പാടില്ലല്ലോ. ആ ഒരു അത് കുട്ടിയായിട്ട് തന്നെ ആണെങ്കിൽ പോലും ഒരു ദൈവികത വരണം, എലമെന്റ് ഓഫ് ഒരു ഭയങ്കര ഡിവോഷണൽ. അപ്പൊ അതൊക്കെ എനിക്ക് പറഞ്ഞു തരും. അപ്പൊ അതൊക്കെ വരാൻ, കാരണം ഞാൻ ഡാൻസ് ബേസ് ഉള്ളതൊന്നും അല്ല. ഡാൻസിന്റെ ഒക്കെ ബേസ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി അതൊരു സ്ത്രൈണത, ഇതൊക്കെ ഞാൻ ഭയങ്കര ബോയിഷ് അങ്ങനത്തെ നടന്നതായിരുന്നു. അപ്പൊ അത് കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു ആ ഒരു സ്വിച്ച് ചെയ്യുന്നത്. അതിനുശേഷം ആൻഡ്രോ ജോസഫ് ആണ് മല്ലു സിംഗ് എന്ന് പറഞ്ഞൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എക്സാംസ് ഉള്ളത് കാരണം ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഏതോ കവർ പേജ് എന്തോ ചെയ്തു. അങ്ങനെയാണ് ട്രാഫിക്കിലേക്ക് ശ്രീകുമാർ അങ്കിളുണ്ട്, കൺട്രോളർ ശ്രീകുമാർ അങ്കിളും രാജേഷ് അങ്കിളും
കോൺടാക്ട് ചെയ്തത്. സോ ട്രാഫിക്കിനെ കുറിച്ച് ഒരു ട്രെൻഡി ആയിട്ടുള്ള ഒരു മൂവി മേക്കിംഗ് ആയിരുന്നു അതിന്റെ. ആൻഡ് എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ഈക്വലി ഇമ്പോർട്ടൻസ് കൊടുത്തൊരു അങ്ങനത്തെ ഒരു എക്സ്പെരിമെന്റൽ മൂവി ആയിരുന്നു ട്രാഫിക്. ആൻഡ് അതിന്റെ ഡയറക്ടർ രാജേഷ് സാർ. സോ രാജേഷ് സാറിനെ കുറിച്ച് എന്താണ് തോന്നുന്നത്? വൈഫും എനിക്ക് നല്ല ഓർമ്മയുണ്ട്. കാരണം എൻ്റെ അടുത്ത് ആദ്യമായിട്ട് ഒരു സിനിമയുടെ കഥ വന്ന് പറയുന്നത് രാജേഷ് അങ്കിളാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് നല്ല മെമ്മറീസ് ഉണ്ട്. ഇപ്പോൾ രാജേഷ് അങ്കിളും വൈഫും ഞങ്ങൾ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. രാജേഷ് അങ്കിളുടെ അച്ഛൻ ആ ടൈമിൽ ഞങ്ങൾ ഒരുപാട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കൊരു എന്താ പറയുക, എനിക്കൊരു ബേസ് തന്നത് അല്ലെങ്കിൽ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു സിനിമ തന്നത് അദ്ദേഹമാണ്. എപ്പോഴും ആ ഒരു നന്ദി അല്ലെങ്കിൽ ആ ഒരു സ്നേഹം അദ്ദേഹത്തോടും കുടുംബത്തോടും, അൺഫോർച്ചുനേറ്റ്ലി ഹി ഈസ് നോട്ട് വിത്ത് us റൈറ്റ് നൗ, പക്ഷേ എപ്പോഴും ആ ഒരു സ്നേഹവും ഒരു കമ്പാഷനും കൂടെ ഉണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ഈ ഒരു അവസരത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ ഫാമിലിയും എല്ലാം ഓർത്തുകൊണ്ട് നമ്മളുടെ ഈ ഷോവിനെ കുറിച്ചിട്ട് എന്താണ് കേട്ടിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും എപ്പിസോഡ്സ് കണ്ടിട്ടുണ്ട്. ഞാൻ എനിക്കൊന്ന് ആനി ചേച്ചി വന്ന് കണ്ടിട്ടുണ്ട്, പിന്നെ അനു വന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം വിമൻ എംപവർമെന്റ് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അത് നമുക്ക് ഇപ്പം എല്ലാ സ്റ്റേജസിലും അത് ആപ്ലിക്കബിൾ ആവണമെന്നില്ല. പക്ഷേ ഇവിടെ കുറേ ടാലൻസ് വരുന്നുണ്ട്, കുറേ പേരുടെ കഴിവുകൾ വരുന്നുണ്ട്, നമ്മൾ അറിയാതെ. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ദ ക്രീമി ലെയർ. ഇതിപ്പോൾ ഇത്രയധികം പുതിയ പുതിയ ടാലൻസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, ഇറ്റ്സ് എ ബിഗ് തിങ് ബേസിക്കലി. പാട്ടും ഡാൻസും ഒക്കെ ഇഷ്ടമാണല്ലോ, ഒന്നും അങ്ങനെ ചെയ്യില്ലെങ്കിലും എല്ലാം ഇഷ്ടമാണ്. നമുക്കൊരു പാട്ട് പാടിയല്ലോ, സ്വാസിക വിത്ത് സപ്പോർട്ട് ഓഫ് സ്വാസിക. ഞാൻ ഭയങ്കര നന്നായിട്ട് പാടുമായിരുന്നു, പക്ഷെ എന്റെ തൊണ്ടയ്ക്ക് ഒരു കിച്ച് കിച്ച്, എനിക്ക് സൗണ്ടേ വരാറില്ല. പക്ഷെ നമുക്ക് എന്താ പറയാ, നമ്മള് ഇങ്ങനത്തെ ഒരു ഷോയിൽ വരുമ്പോ നമ്മൾ ഒന്നും ചെയ്യാതെ മാറി നിൽക്കുന്നത് മോശമല്ലേ? നമുക്ക് നാലുപേര് പാടാം. ചന്ദനക്കിണ്ണം പുന്നമടക്കായലിൽ വീണേ, കുഞ്ഞിളം കയ്യിൽ മെല്ലെ കോരിയെടുക്കാൻ വാ, കൊയ്ത്തു കഴിഞ്ഞ് ആറ്റക്കിളി പോകും നേരം, മഞ്ഞണിത്തൂവൽ കൊണ്ടൊരു കൂടൊരുക്കാൻ വാ, കാലിമേയുന്ന പുല്ലാടിക്കാട്ടിൽ കണ്ണിമാങ്ങ കടിച്ചു നടക്കാം, ആറ്റുമാനസരങ്ങൾ തിരുത്താം, ഇത് നമ്മളെ ചതിച്ചു, അമിത നമ്മളെ ചതിച്ചു. അത് ആക്ച്വലി എൻ്റെ മാക്സിമം സൗണ്ട്, ഞാനിപ്പോൾ സംസാരിക്കുന്നത് എൻ്റെ മാക്സിമം സൗണ്ടിലാണ്. അപ്പം ഞാൻ ഈ ഡബ് ചെയ്യുന്ന സമയത്തും അഭിനയിക്കുന്ന സമയത്തും ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് പറയും കുറച്ച് സൗണ്ട് കൂട്ടി പറയോ, മാക്സിമം ആണത്. നമ്മള് എന്താ പറഞ്ഞ നമിതയുടെ പാട്ട് കേൾക്കാന്നായിരുന്നു, പക്ഷെ അവര് കേട്ടത് കുഴപ്പമില്ലല്ലോ, കുഴപ്പമില്ലാന്ന് വിചാരിക്കണം. 4 വയസ്സ് തൊട്ടാണ് ഡാൻസ് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തത്. ഭാവിയിൽ എനിക്ക് നല്ലൊരു ക്ലാസിക്കൽ ഡാൻസറായിട്ട് അറിയണം എന്നാണ് താല്പര്യം. അതുപോലെ തന്നെ എൻ്റെ പാരൻസിന് അത് തന്നെയാണ് താല്പര്യം. ടി വിയിലൊക്കെ എന്തെങ്കിലും ഡാൻസ് പാട്ടൊക്കെ കാണുമ്പോൾ ഭയങ്കര സ്റ്റെപ്പ് വെക്കലും ഡാൻസ് ഒക്കെ ചെയ്യൽ, കട്ടിലിൻ്റെ മുകളിൽ നിന്നൊക്കെ എടുത്ത് സ്റ്റെപ്പ് വെച്ച് താഴെ വീഴൽ, ഇതൊക്കെയായിരുന്നു അവളെ സ്ഥിരം പരിപാടി. എൻ്റെ അഭിപ്രായത്തിൽ ശരിക്കും പറഞ്ഞാൽ ഗുരുക്കന്മാർ മാത്രമല്ല, അമ്മയുടെ ഒരു എന്താ പറയണ്ടേ തീവ്രമായിട്ടുള്ളൊരു പരിശീലനവും. അപ്പോൾ അമ്മ തന്നെയാണ് ശരിയായ ഗുരുവിനേക്കാളും വലിയ ഗുരുവായിട്ട് കൂടെ ശ്രീഗംഗേൻ്റെ കൂടെ ഉള്ളത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഇന്ന് വിജയദശമി ആയിട്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു പെർഫോമർ ആണ് വരുന്നത്. കാരണം ഒരു ഡാൻസർ ആണ്, ഒരു ക്ലാസിക്കൽ പെർഫോമൻസ് ആണ് നമുക്ക് വേണ്ടി കാഴ്ചവെക്കുന്നതെന്ന് തോന്നുന്നു. അപ്പൊ എന്തായാലും നമുക്ക് ആ ഒരു ഡാൻസറിനെ തന്നെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. റെഡി അല്ലേ? സോ ലെറ്റ്സ് വെൽക്കം ശ്രീഗംഗ. ശ്രീഗംഗ ഒരുങ്ങി ഒരു ദേവിയെ പോലെ ഒരുങ്ങി വന്നിരിക്കുകയാണ്. ടെമ്പിൾ സെറ്റും നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട്. എത്ര വർഷമായി പഠിക്കാൻ തുടങ്ങിയിട്ട്? 13 years ആയി. 13 years. ഇപ്പൊ ഏത് ക്ലാസ്സിലാണ്? ഇപ്പം +1. എവിടെയാ പഠിക്കുന്നത്? അഡ്മിഷന്റെ ആയിട്ടേ. ലോക്ക്ഡൌൺ ആണല്ലോ, ഓൺലൈൻ ആണല്ലോ. കണ്ണൂർ സ്ലാങ്ങിൽ എന്തെങ്കിലും പറഞ്ഞേ? കണ്ണൂർ സ്ലാങ്ങിൽ റെഡ് കാർപ്പറ്റിൽ വന്നതിനെ കുറിച്ച് എന്തെങ്കിലും, അല്ലെങ്കിൽ നമിതയെ കുറിച്ച് എന്തെങ്കിലും പറയും. നമ്മൾ റെഡ് കാർപ്പറ്റിൽ വന്നതിന് സന്തോഷം എന്നൊക്കെ പറയുന്നത്. ഞാനിവിടെ വരുമ്പോ അങ്ങനെയൊന്നും പറയണ്ടെന്ന്. അത് പറ്റില്ലല്ലോ, ഒന്നും പറയൂ. എന്തെങ്കിലും
എന്താ ഇവിടെ വന്ന് സന്തോഷായി നമിത ചേച്ചി കാണാൻ ഒരുപാട് അങ്ങനെ സന്തോഷായി, ഒന്നൂടെ കേട്ടില്ല. ഒരുപാട് സന്തോഷായി. ഇപ്പൊന്നും വരുന്നു എന്താ ഇത് പറഞ്ഞ് കീഞ്ഞ് പാഞ്ഞ് അങ്ങനെ എന്തോ പറയുമല്ലോ. സാരില്ല, അതിന്റെ അത് സാധാരണ നമ്മള് ഇപ്പം നമ്മള് അവിടെ അവരോട് സംസാരിക്കാൻ നമുക്ക് ഓട്ടോമാറ്റിക്കലി വരും. നമ്മള് പറയൂ എന്ന് പറയുമ്പോ അങ്ങനെ വരുന്നില്ല. വരുന്നില്ല. ശരി, വരണ്ട. അപ്പൊ ഇനി ബാക്കി വിശേഷങ്ങൾ പറയൂ. അതായത് ഏതിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്? ഭരതനാട്യമാണോ, കുച്ചിപ്പുടിയാണോ, മോഹിനിയാട്ടാണോ? ഞാൻ അങ്ങനെയൊന്നുമില്ല, പക്ഷെ ഭരതനാട്യം കുച്ചിപ്പുടിയാണ് മെയിൻ ആയിട്ട് ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്നത്. പിന്നെ മോഹിനിയാട്ടം കോമ്പറ്റീഷന് മാത്രം. ഭരതനാട്യം കുച്ചിപ്പുടിയാണ് ഇഷ്ടം. കൊറിയോഗ്രാഫി ചെയ്യാൻ പറ്റുന്നത്. ഓ, അതൊക്കെ ചെയ്യാറുണ്ടല്ലേ? ഓ, അടിപൊളി, കൊറിയോഗ്രാഫി അടിപൊളി. ചെയ്തു. അപ്പൊ മിടുക്കിയാണല്ലോ. ഈ 10th കഴിഞ്ഞല്ലേ ഉള്ളൂ, അപ്പൊ തന്നെ. അതുകൊണ്ട് ഇനി വലുതാവുമ്പോ ചിലപ്പോ വലിയൊരു ടീച്ചർ, വലിയൊരു നർത്തകിയൊക്കെ ആവാൻ ചാൻസ് ഉണ്ട്. ചാൻസ് ഉണ്ടെന്നല്ല, ഉണ്ട്. ഇന്ന് എന്താ പെർഫോം ചെയ്യാൻ പോകുന്നത്? ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഗംഗ എന്ന് പറയുന്ന സോങ്ങിലാണ്. ഗംഗ, വടക്കുന്നാഥൻ സിനിമയിലെ ഗംഗ എന്നുള്ള സോങ്ങിൽ അല്ലേ? അടിപൊളി. നമുക്ക് ആരൊക്കെ വന്നിരിക്കണമെന്ന് ചോദിക്കാം. ഇനി അവരെങ്കിലും കണ്ണൂർ ഭാഷയിൽ സംസാരിക്കുമോ നമുക്ക് നോക്കാം. നമസ്കാരം, റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. ഇന്ന് വിജയദശമി സ്പെഷ്യൽ എപ്പിസോഡാണ് നമ്മളിവിടെ ആഘോഷിക്കുന്നത്. ആ ദിവസത്തിലാണ് ശ്രീഗംഗ ഇവിടെ വന്നിരിക്കുന്നത്. എന്ത് തോന്നുന്നു, നിങ്ങൾ ഹാപ്പിയാണോ? വളരെ ഹാപ്പിയാണ്. വളരെ കാരണം ഹാപ്പിയാണ്. ഈ ഒരു ഒക്കേഷനിൽ നമുക്ക് വരാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അതെ. ആൻഡ് വീട്ടിൽ എങ്ങനെയാണ് ശ്രീഗംഗ ഈ പ്രാക്ടീസിന്റെ കാര്യത്തിലൊക്കെ? നിങ്ങളാണോ അതെയോ സ്വന്തമായിട്ട് ഉന്തി തള്ളി ഒന്നും വിടേണ്ട ആവശ്യമില്ല? അല്ല, കുറച്ചൊക്കെ ഉന്തി തള്ളണം, എന്നാലും കുറച്ച് മടിയൊക്കെ ഉണ്ട്. എന്നാലും അവളെ കാര്യങ്ങൾ അവളെ ഒക്കെ പ്രാക്ടീസ് ചെയ്തു. ഡാൻസ് പഠിക്കാൻ വിട്ടത് ആരുടെ ഇഷ്ടപ്രകാരമായിരുന്നു? അച്ഛന്റെ ആയിരുന്നോ, അമ്മയുടെ ആയിരുന്നോ? അത് വളരെ 2-3 വയസ്സുള്ളപ്പോൾ തന്നെ എൻ്റെ ടി-വിന്റെ മുന്നിലൊക്കെ ഭയങ്കര ഡാൻസ് ഒക്കെ ആയപ്പോൾ നമ്മൾ വിചാരിച്ചെന്നാലും പിന്നെ വിടാം, പഠിക്കുന്നല്ലേ? അമ്മയ്ക്ക് എന്താ പറയാനുള്ള? അമ്മയുടെ പേര് പറയൂ. റീത. റീത. എന്താ പറയാനുള്ള? സുഖമായിട്ടിരിക്കണോ? ഞങ്ങള് കണ്ണൂർ സ്ലാങ് ഒന്ന് കേൾക്കാൻ കിട്ടാനാണ് വേണ്ടി ഞങ്ങൾ ഈ പറയണത്. അതുകൊണ്ടാണ് നിങ്ങൾ ബലം പിടിച്ച് എല്ലാവരും ഭയങ്കര ഇങ്ങനെയാണ് പറയുന്നത്. ഇത് വന്നിരിക്കുന്നത് ആദർശ് അല്ലേ? ആദർശ് ഒരു ഡാൻസറാണ്. ആദർശ് ശ്രീഗംഗയുടെ കസിനാണ്. ശ്രീഗംഗയുടെ ഈ പെർഫോമൻസിനൊക്കെ കട്ട സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് ആദർശാണോ? അതെ, ആണ്. എല്ലാവരും നല്ല സപ്പോർട്ടാണ്. അത് ശരി. ഓക്കെ, നമുക്ക് തുടങ്ങാം. എല്ലാം സെറ്റ് ആണോ? എല്ലാം ഓക്കെ ആയിട്ടിരിക്കുകയാണോ? ഓക്കെ. സോ നമിത, അപ്പൊ ഞാൻ എക്സൈറ്റഡ് ആണ് കാണാൻ. നമ്മള് രണ്ടുപേരും റെഡി? ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.
എനിക്കിങ്ങനെ എന്താ പറയാ, രോമാഞ്ചാണോ കരച്ചിലാണോ എന്തൊക്കെയാന്ന് അറിഞ്ഞില്ല. ഉഗ്രനായിരുന്നു ശരിക്കും. നമുക്കിത് കണ്ടോണ്ടിരിക്കുമ്പോ തന്നെ ഭയങ്കരമായിട്ടുള്ള ഒരു പെർഫോമൻസിന്റെ എന്താ പറയാ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ മുദ്രകളും എല്ലാ കാര്യം, ഇത്രയും ബുദ്ധിമുട്ടുള്ള ഒരു പാട്ടില് ആ കൃത്യം ടൈമിങ്ങില് മുദ്രയുടെ ഒരു ക്രിസ്പിനെസ് ഒക്കെ വരുത്തി ചെയ്യാന്ന് കാണുമ്പോ തന്നെ ഭയങ്കര ഷാർപ്പായിരുന്നു. എക്സ്പ്രഷൻസും എല്ലാം അടിപൊളിയായിരുന്നു. ഇനിയും ഒത്തിരി ഉയരങ്ങൾ കീഴടക്കാനുള്ളതാണ് നമുക്കല്ലേ. കുറച്ചു കാലം കഴിയുമ്പോ നമുക്ക് പറയാം, നമ്മൾ അന്ന് വന്ന് നമ്മള് കണ്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഇനിയും ഒരുപാട് പെർഫോമൻസുകൾ ചെയ്യണം. ഇപ്പം ഞങ്ങൾക്ക് വേണ്ടി ഒരു പെർഫോമൻസ് കൂടി ബാലൻസ് ഉണ്ട് അല്ലേ? സോ അതും നമുക്ക് വൈൻഡ് അപ്പ് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു പെർഫോമൻസ് കാണാം. എന്തായാലും കണ്ണൂർ ഭാഷയിൽ ഈ കുട്ടി എന്താ പറയുക സംസാരിച്ചില്ല. കുറേ ശ്രമിച്ചു. ഞങ്ങൾ രണ്ടുപേരും കൂടി തീരുമാനിച്ചു ഒരു പാട്ടുണ്ട്, ആ പാട്ട് കണ്ണൂർ ഭാഷയുടെ ആ പാട്ടൊന്ന് പാടാം. നാല് വരി. ഓക്കെ. എടിയാന്നപ്പാ പോയിന് എന്തിനാന്നപ്പാ കഴിച്ചിന് കുഞ്ഞാളാണ്ട വീട്ടിൽ പോയിട്ട് കുടുക്കാച്ചി ബിരിയാണി കഴിച്ചിന് ഈ വേഷമൊക്കെ കെട്ടിയിട്ട് പാടാൻ പറ്റിയ പാട്ട് കുടുക്കാച്ചി ബിരിയാണി കഴിച്ച്. എന്തായാലും താങ്ക് യു മോളെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ നമിത, നമുക്കൊരു മൊമെന്റോ കൊടുക്കാം. ഇന്നത്തെ ഈ മനോഹരമായിട്ടുള്ള എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അടുത്ത എപ്പിസോഡിൽ കാണാം. Till then, take care and bye bye. This is Chungat Jewelry Red Carpet.